Welcome to all. Today I am going to take a seminar on the topic management science. Firstly, നമുക്ക് management science-ന്റെ meaning എന്താണെന്ന് നോക്കാം. Management science is an approach to decision making based on the scientific method, makes extensive use of quantitative analysis. Scientific methodൻ്റെയും quantitative analysisൻ്റെയും ബേസിൽ ഡിസിഷൻസ് എടുക്കുന്ന അപ്രോച്ചിനെയാണ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. ഈ ഒരു മാനേജ്മെൻറ്റ് സയൻസിൽ മെയിനായിട്ട് സയൻറ്റിഫിക് അപ്രോച്ചസ് ആണ് മാനേജ്മെൻറ്റ് പ്രോബ്ലം സോൾവിങ്ങിന് യൂസ് ചെയ്യുന്നത്. വെറൈറ്റി ഓഫ് ഓർഗനൈസേഷനിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഈ ഒരു മാനേജ്മെൻറ്റ് സയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സയൻറ്റിഫിക് അപ്രോച്ചസ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ലോജിക്കൽ മാത്തമാറ്റിക്കൽ അപ്രോച്ചസും പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി മാനേജ്മെൻറ്റ് സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് സയൻസ് ഓപ്പറേഷൻ റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. മാനേജ്മെൻറ്റ് സയൻസ് എന്നുള്ളൊരു പേര് അമേരിക്കൻസ് ആണ് പ്രിഫർ ചെയ്തത്. ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഓപ്പറേഷൻ റിസർച്ച്. നെക്സ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. മാനേജ്മെൻറ്റ് സയൻസ് ഈസ് അപ്രോച്ച് ഓഫ് എ മാനേജർ ടു സോൾവിങ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് by identifying, analyzing, modeling and setting options with the help of quantitative techniques and research methods. ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിനും മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് മാനേജേഴ്സ് എടുക്കുന്ന ഒരു അപ്രോച്ചാണ് മാനേജ്മെൻറ്റ് സയൻസ്. ബൈ ഐഡൻറ്റിഫൈയിങ് ആൻഡ് അനലൈസിങ്, മോഡലിംഗ് ആൻഡ് സെറ്റിംഗ് ഓപ്ഷൻ ത്രൂ ദി ഹെൽപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. നെക്സ്റ്റ്, ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് സയൻസ്. ഇതിൽ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻസും ആ കോൺട്രിബ്യൂഷൻസിൽ വന്ന ഇമ്പാക്റ്റാണ് മെയിനായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ആഡം സ്മിത്ത് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലെ ഒരു പ്രിൻസിപ്പിളായ ഡിവിഷൻ ഓഫ് ലേബർ പിൻ മാനുഫാക്ചറിങ്ങിൽ ഇൻക്രീസ് വരുത്തി എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ചാൾസ് പി ബാബേജ് ത്രൂ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഹിസ് ബുക്ക് നെയിംഡ് ആസ് ഇക്കണോമി ഓഫ് മിഷൻസ് ആൻഡ് മാനുഫാക്ചറർ advocated the use of scientific principles in the analysis of business problems. Next, F.W. Taylor ആണ്. Through his paper presentation on shop management before American Society for Mechanical Engineers that lead the managers to accept special responsibilities of developing a science for men's work. ടൈലറിൻ്റെ വ്യൂ പോയിന്റിൽ the managers must collect knowledge, traditional knowledge and transform the knowledge into the laws and rules, and that will benefited by the workers by doing their routine jobs. Next is A.K. Erlang. Erlang developed a formula on waiting time based on the laws of statistics in 1909. These are being widely used in practice nowadays. Next one is Ford W. Harris. Harris developed a formula on economic order quantity in the area of inventory control in 1905. These are also widely used in practice nowadays. Next one is Walter Shepard. Walter used the principle of statistics to establish the concept of control chart. Control charts are considered as an important tool for statistical quality control. Next one is Vasily Leontief. വാസ്ലിയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തതും ബിസിനസ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്തതും. നെക്സ്റ്റ് വൺ ഈസ് ജോർജ് ബി ഡൻസിക്. സ്കെയർ റിസോഴ്സസിൻ്റെ അലൊക്കേഷന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലെക്സ് അൽഗോരിതം ഡെവലപ്പ് ചെയ്തു. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് സയൻസ്. ദർ ആർ 4 മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് സയൻസ്. ഫസ്റ്റ് വൺ ഈസ് എക്സാമിൻ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഫ്രം എ സിസ്റ്റം ഓവർവ്യൂ. ഒരു സിസ്റ്റം ഓവർവ്യൂയിലൂടെ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എക്സാമിൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് യൂസസ് ദി ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച്. Interdisciplinary approach, which means different types of disciplines are used in management science. Next is uncover new problems for study, which means discovers new problem for study. Next is uses a modeling process approach to problem solving. ഒരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ്റെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്പറേഷന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു മോഡൽ റെപ്രസെൻറ്റേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു മോഡലിൽ എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ ആ ഒരു ഓപ്പറേഷനിൽ വരുന്ന ചേഞ്ചസ് ഡിറ്റർമിൻ ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് മോഡലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിംഗ് പ്രോസസ്സ് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു. അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് സയൻസ്. ഫസ്റ്റ് വൺ ഈസ് എ പ്രൈമറി ഫോക്കസ് ഓൺ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് പ്രൈമറി ഫോക്കസ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ടു ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൽ സയൻസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് ഈസ് എ ഡിപ്പെൻഡൻസ് ഓൺ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ്. ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സിൽ മോർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നു.
നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി ടോപ്പിക് methodology of management science or process of management science. Next we can see what are the various phases or process of decision making and problem solving under management science. First step is defining the problem, second is developing the model, and third is acquiring input data, fourth is developing a solution, fifth is testing the solution, sixth one is analyzing the result, and the last one is implementing the results. We can discuss this step one by one. First step is defining the problem. ഇതിൽ ഏത് കേസ് എടുക്കുകയാണെങ്കിലും ഡിഫൈനിങ് ദി പ്രോബ്ലം ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് ഡിഫിക്കൾട്ട് സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം മറ്റൊരു പ്രോബ്ലവുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സൊല്യൂഷൻ ആ പ്രോബ്ലത്തിന് കണ്ടുപിടിക്കുമ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെ കൂടിയും കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സിറ്റുവേഷനിലെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലത്തിൻ്റെ ഇമ്പാക്റ്റ് മറ്റൊരു പ്രോബ്ലത്തിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലത്തിൻ്റെ എലമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ കൺട്രോളബിൾ വേരിയബിൾസ്, അതുപോലെ തന്നെ അൺകൺട്രോളബിൾ പാരാമീറ്റേഴ്സ്, റെസ്ട്രിക്ഷൻസ് ഓർ കൺസ്ട്രെയിൻസ് വിച്ച് മീൻസ് ലിമിറ്റ്സ്, വേരിയബിൾസിൻ്റെ റെസ്ട്രിക്ഷൻസ് ഓർ കൺസ്ട്രെയിൻസ്, അതുപോലെ ഒബ്ജക്റ്റീവ് ഫോർ ഡിഫൈനിങ് ആൻഡ് ഇംപ്രൂവ്ഡ് സൊല്യൂഷൻ, ഒരു ഇംപ്രൂവ്ഡ് സൊല്യൂഷൻ ഡിഫൈൻ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്, ഇതെല്ലാമാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലത്തിൻ്റെ എലമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വേരിയബിൾസ് എന്ന് പറയുന്നത് മെഷറബിൾ ഫാക്ടേഴ്സ് ആയിരിക്കും. അത് കൺട്രോളബിളും ഉണ്ടായിരിക്കും, അൺകൺട്രോളബിൾ ഉണ്ടായിരിക്കും. കൺട്രോളബിൾ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദി കൺട്രോൾ ഓഫ് ഡിസിഷൻ മേക്കറിൻ്റെ കൺട്രോളിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇതിനെ ഡിസിഷൻ വേരിയബിൾ എന്നും പറയാം. ഇനി അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദി കൺട്രോൾ ഓഫ് ഡിസിഷൻ മേക്കർ ആണ്. ഇറ്റ് cannot be manipulated by the decision makers. Second step is model construction or developing the model. After selecting the problem, the next step is to develop മോഡൽ ഡെവലപ്പ് ചെയ്യുക. മാത്തമാറ്റിക്കൽ മോഡലാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ മോഡൽ വിച്ച് മീൻസ് എ സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്സ് and with the use of mathematics as a language for the mathematical model representation, there will be an advantage of using high mathematical techniques, and the mathematical model include decision variables and parameters, constraints and objective functions. decision variables എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു കൺട്രോളബിൾ ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് decision variables എന്ന് പറയുന്നത്. ഡിസിഷൻ വാരിയബിൾസ് ആദ്യം അൺനോൺ ആയിരിക്കും. ബൈ സോൾവിങ് ദി മോഡൽ വി ക്യാൻ ഡിറ്റർമിൻ ദി ഡിസിഷൻ വാരിയബിൾസ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഓഫ് ഡിസിഷൻ വാരിയബിൾസ് ആണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാലോ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ആർ ഡിഫൈൻ ദി മെഷേഴ്സ് ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് ദി സിസ്റ്റം. മോഡലിനൊരു ഒപ്റ്റിമം സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ ഒരു മോഡൽ കെയർഫുള്ളി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ മോർ സോൾവബിളും റിയലിസ്റ്റിക്കും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിളും മോഡിഫയബിളും ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്വയറിങ് ഇൻപുട്ട് ഡാറ്റ. മോഡൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് മോഡലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലാർജ് പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ കളക്ടിങ് ആക്യുറേറ്റ് ഡാറ്റ ഈസ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് സ്റ്റെപ്പ് ഫോർ performing the quantitative analysis. Obtaining accurate data for model is essential. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ പെർഫെക്റ്റ് ആണ്, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ഇന്നാക്യുറേറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് മിസ്ലീഡിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ഡാറ്റ എന്ന് പറയുന്നത് മോഡലിംഗ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ദി സൊല്യൂഷൻ ആണ്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത മോഡലിന് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഡിസിഷൻ വേരിയബിളിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസിഷൻ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അൺനോൺ ആയിരിക്കും. നമ്മൾ ഡെവലപ്പ് ചെയ്ത മോഡൽ സോൾവ് ചെയ്യുമ്പോഴാണ് ആ ഡിസിഷൻ വേരിയബിളിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഡിസിഷൻ വേരിയബിളിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അനലറ്റിക്കൽ മെത്തേഡ്സ്, ന്യൂമെറിക്കൽ മെത്തേഡ്സ്, അതുപോലെ തന്നെ സിമുലേഷൻ മെത്തേഡ്സ്, ഇങ്ങനെയുള്ള വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത മോഡൽ ലീനിയർ പ്രോഗ്രാമിങ്ങിന് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദി സൊല്യൂഷൻ. ഈ ഒരു സ്റ്റെപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള സൊല്യൂഷനെ ടെസ്റ്റ് ചെയ്യാണ്. ഈ ഒരു സൊല്യൂഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് ഡാറ്റയിനെയും മോഡലിനെയാണ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഡാറ്റയിനെയും മോഡലിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് ഡാറ്റേനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സെവറൽ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഇവിടെ പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് അഡീഷണൽ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒറിജിനൽ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ഒബ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ആക്യുറേറ്റ് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് റിക്വയർഡ് ആണ്. മോഡലിന് പറയുന്നത് മോഡൽ ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലോജിക്കലാണോ, അതുപോലെ തന്നെ ആ ഒരു മോഡൽ റിയൽ സിറ്റുവേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യണതെന്ന് ചെക്ക് ചെയ്യാനും കൂടിയാണ് മോഡൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു മോഡൽ വാലിഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സിസ്റ്റം പെർഫോമൻസിൻ്റെ റിയലബിൾ പ്രെഡിക്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു മോഡലിന് സാധിക്കുമെങ്കിൽ ദ മോഡൽ ഈസ് സെയ്ഡ് ടു ബി വാലിഡ്. ആൻഡ് എ ഗുഡ് മോഡൽ ഷുഡ് ഹാവ് എ ലോങ് ലൈഫ് ആൻഡ് ഹാവ് എ ഗുഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സിസ്റ്റം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ്. ഈ ഒരു സ്റ്റെപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളത് മുൻകൂട്ടി അനലൈസ് ചെയ്യുന്നു. ഈ ഒരു അനാലിസിസിന് പറയുന്ന പേരാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. ഈ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് ഡാറ്റയിലും അതുപോലെ തന്നെ മോഡലിലും വരുന്ന ചേഞ്ചസ് എത്രമാത്രമാണ് ഒരു സൊല്യൂഷനിൽ ആ സൊല്യൂഷനിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻപുട്ട് ഡാറ്റയിലും മോഡലിലും വരുന്ന ചേഞ്ചസ് സൊല്യൂഷൻ സെൻസിറ്റീവ് ആക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് ഡാറ്റയും അതുപോലെ തന്നെ മോഡലും അഡീഷണൽ ടെസ്റ്റ് നടത്തിയിട്ട് എത്രമാത്രം ആക്യുറേറ്റ് ആണെന്നുള്ളതും വാലിഡ് ആണെന്നുള്ളതും പ്രൂവ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റിംഗ് ദി റിസൾട്ടാണ്. നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആ ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് സയൻസ് എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളും ആയിരിക്കും ഈ ഒരു സൊല്യൂഷൻ ഈ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ പ്രോസസ്സിൽ വരുന്ന 7 സ്റ്റെപ്സ്. നെക്സ്റ്റ് വി ക്യാൻ ഗോ ത്രൂ ദി ടോപ്പിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മാനേജ്മെൻറ്റ് സയൻസ് ഓർ അപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് സയൻസ്. മാനേജ്മെൻറ്റ് സയൻസ് ഏതൊക്കെ ഏരിയാസിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് പ്ലാനിങ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, പ്രൊഡക്ഷൻ പ്ലാനിങ്, ഇൻവെൻട്രി അനാലിസിസ്, അക്കൗണ്ടിങ്, മാർക്കറ്റ് പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ, പ്ലാൻ ലൊക്കേഷൻ, പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ ഈ ഒരു മാനേജ്മെൻറ്റ് സയൻസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഗെയിമിംഗ് തിയറീസ്, ലീനിയർ പ്രോഗ്രാമിംഗ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, നെറ്റ്വർക്ക് ടെക്നിക്സ് എന്നിങ്ങനെയുള്ള മോഡലിംഗ് ടെക്നിക്സും വേരിയസ് ഓർഗനൈസേഷനിൽ പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പാക്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് സയൻസ്. മാനേജ്മെൻറ്റ് സയൻസ് ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പാക്റ്റ് വരുത്തിയിട്ടുള്ളതെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് 25 ഏരിയാസാണ് തന്നേക്കുന്നത്. ഞാനാകെ 5 എണ്ണമാണ് പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സിറ്റി പ്ലാനിങ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എയർ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ, പേഴ്സണൽ പ്ലാനിങ്, പോപ്പുലേഷൻ പ്ലാനിങ് ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദി പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ കൂടെ ഇവോൾവ് ചെയ്ത 2 സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് എക്സ്പോർട്ട് സിസ്റ്റം. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അസിസ്റ്റ് ദി മാനേജേഴ്സ് ഫോർ മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഫോർ ഹോൾഡിംഗ് ദി പൊട്ടൻഷ്യൽ to improving the quality of decision making. The decision support system is an interactive computerized system which provides direct and personal support for the individual decision makers, and the final component of the decision support system is a hardware. The export system is a software package which attempts to emulate the performance of human experts.
The main objective of expert system is the achievement of high-level performance in solving problems that require significant level of human expert. Human expertsന്റെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഹൈ ലെവലിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അറ്റ് പ്രസൻറ്റിലെ സിമ്പിൾ എക്സ്പേർട്ട് സിസ്റ്റമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫ്യൂച്ചറിലെ മോർ പവർഫുൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെത്തേഡ്സ് കോൺഫ്ലിക്റ്റ് ഇൻഫർമേഷൻസുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നു. നെക്സ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബെറ്റർ ഡിസിഷൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് സയൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഷുവേഴ്സ് ബെറ്റർ കൺട്രോൾ ആൻഡ് ഇംപ്രൂവ്സ് ദി പ്രൊഡക്ടിവിറ്റി. ഒരു ഓപ്പറേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് സയൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എൻഷുർ ബെറ്റർ കോർഡിനേഷൻ. നെക്സ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കോസ്റ്റ്ലി ആണ്. നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെൻറ്റ് സയൻസ് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സ് തന്നെയാണ്. അത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഒരു പ്രോബ്ലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്ക് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സ് തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മാനേജ്മെൻറ്റിന് ഒരിക്കലും മാനേജ്മെൻറ്റ് സയൻസായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പറയുന്നത് മോർ ഡിപ്പെൻഡൻസ് ഓൺ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാനേജ്മെൻറ്റ് സയൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്നൊരു ടോപ്പിക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് മാനേജ്മെൻറ്റ് സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ മാനേജേഴ്സ് സെവറൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് മാനേജേഴ്സ് ക്രൈറ്റീരിയാസ് സെലക്ട് ചെയ്യും. ആ ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ മെത്തേഡ്സ് ഡിസൈവ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയാണ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് സയൻസിന് 2 ബേസിക് പർപ്പസസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പറയണത് ഐഡൻറ്റിഫൈയിങ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം. ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് പറയണത് സ്ട്രക്ചറിങ് ഓഫ് പ്രോബ്ലം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ വേരിയസ് എലമെൻറ്റ്സിൻ്റെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പ്രോബ്ലത്തിനെ സ്ട്രക്ചർ ചെയ്യുക. ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മോഡലായാലും അതിന് 4 ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. ഈ 4 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇൻപുട്ട്, സെക്കൻഡ് വൺ പ്രോസസ്സർ, തേർഡ് ഈസ് ഔട്ട്പുട്ട് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കൺട്രോൾ. ഇതിൽ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ, മണി. പ്രോസസ്സേഴ്സായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മെഷീൻസ്, ടൂൾസ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഔട്ട്പുട്ട് ഡാറ്റ കിട്ടും. ആ ഒരു ഔട്ട്പുട്ട് ഡാറ്റ നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെസിഫിക്കേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്മാച്ച് കണ്ടെത്തിയാൽ ആ മിസ്മാച്ചിന് കറക്റ്റീവ് മെഷേഴ്സ് അപ്ലൈ ചെയ്യുന്നു. ലാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോളിൻ്റെ ബേസിലാണ് ഈ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നത്. ചില ടൈമിൽ നമ്മളൊരു പെർട്ടിക്കുലർ അപ്രോച്ച് യൂസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്കത്തിൻ്റെ ബേസിൽ സൊല്യൂഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ സിമുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് സയൻസ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിലും മാനേജ്മെൻറ്റ് പ്രോബ്ലം സോൾവിങ്ങിലും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ് വഹിക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും അതിൻ്റെ ഇവല്യൂഷനും പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ മാനേജ്മെൻറ്റ് സയൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, പിന്നെ മാനേജ്മെൻറ്റ് സയൻസിൻ്റെ പ്രോസസ്സ്, ഇംപ്ലിമെൻറ്റേഷൻ, പിന്നെ അതിൻ്റെ ഇമ്പാക്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ പറഞ്ഞ എല്ലാ ടോപ്പിക്സും ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. That's all. I am concluding my seminar. Thank you.